മോർണിംഗ് ലേണേഴ്സ്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെ തുടർച്ചയായിട്ടാണ്. കാരണം ഉൽപാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലെവലിൽ തന്നെ ഉൽപാദനം നിർത്തിയോണ്ട് കാര്യവുമില്ല. കാരണം ആസ് ദ നീഡ് അറൈസസ്, അത്യാവശ്യമാണെന്ന് കാണുന്നെങ്കിൽ അത്യാവശ്യമാണ് എന്ന് തോന്നിയാൽ അവർക്ക് ഉൽപ്പന്നങ്ങൾ ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കണം. ഇനി ഒരു റിസഷനാണ്, ഏതെങ്കിലും കാരണവശാൽ മുൻപത്തെ പോലെ തന്നെ സാധനങ്ങൾക്ക് ഡിമാൻഡ് ഇല്ല എങ്കിൽ, കൊറോണ പോലത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പല ഉൽപ്പന്നങ്ങളുടെയും ഡിമാൻഡ് ഗണ്യമായിട്ട് കുറഞ്ഞുപോയി. ഓൺ ദ വേർജിൽ നിൽക്കുന്ന പല പ്രൊഡ്യൂസേഴ്സും അവരുടെ സംരംഭങ്ങൾ അവർ ക്ലോസ് ചെയ്തു. അതിൻ്റെ അർത്ഥം ഗണ്യമായിട്ട് മാർക്കറ്റിൽ ഉൽപാദനം കുറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഉൽപാദന ഘടകം സ്ഥിരമായിട്ട് വെക്കുകയും മറ്റ് ഉൽപാദന ഘടകങ്ങൾക്ക് വ്യത്യാസം വരുത്തുകയും ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാം. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, 2 ഉൽപാദന ഘടകങ്ങളും നമ്മൾക്ക് വേണമെങ്കിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഉൽപാദനത്തിൽ വർധനവോ കുറവോ നമുക്ക് വേണമെങ്കിൽ വരുത്താം. ഇവിടെ നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് വി ആർ ഗോയിങ് ടു ഡിസ്കസ് റിട്ടേൺസ് ടു സ്കെയിൽ. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രൊഡ്യൂസറിന് ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്ന് തോന്നിയാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓൾ ഫാക്ടേഴ്സ് ക്യാൻ ബി ഇൻക്രീസ്ഡ് സൈമൾട്ടേനിയസ്ലി ആൻഡ് ദ പ്രൊപ്പോർഷനും അതിന്റെ അനുപാതത്തിനും യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെ എല്ലാ ഫാക്ടേഴ്സിനും വ്യത്യാസം വരുത്തിക്കൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാം. അങ്ങനെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനെ നമ്മൾ പറയുന്നത് എക്സ്പാൻഷൻ ഇൻ സ്കെയിൽ, അല്ലെങ്കിൽ നമ്മളുടെ ചാപ്റ്ററിൽ ഹെഡിങ് കൊടുത്ത പോലെ റിട്ടേൺസ് ടു സ്കെയിൽ. 3 പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ആണ് അവർക്ക് വരുന്നത് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞത്. ഒന്ന്, ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. രണ്ടാമത്തത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. മൂന്നാമതായിട്ട് ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇതെല്ലാം നമ്മൾ ഇതിനു മുമ്പുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഓൾ ദ ഫാക്ടേഴ്സ് ആർ ഇൻക്രീസിങ് സൈമൾട്ടേനിയസ്ലി, ഒരേപോലെ നമ്മൾ വർദ്ധിപ്പിച്ചിട്ട് അതിന്റെ പ്രൊപ്പോർഷൻ, അതിന്റെ അനുപാതത്തിൽ വ്യത്യാസം, ഇറ്റ് ഈസ് ഹെൽഡ് കോൺസ്റ്റന്റ്. അങ്ങനെ എക്സ്പാൻഷൻ സ്കെയിലിൽ അല്ലെങ്കിൽ ഉൽപാദനത്തിൽ എക്സ്പാൻഷൻ വരും. അതിന് 3 രീതിയിലുള്ള ഒരു ഓപ്ഷൻസ് ആണ് അവർക്ക് പറഞ്ഞിരിക്കുന്നത്. The concept of returns to scale is associated with the tendency of production that is observed when the ratio between the factors is kept constant. മറക്കരുത്, റേഷ്യോ അനുപാതത്തിൽ വ്യത്യാസം വരുത്തില്ല, but the scale is expanded. ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ തോത് നമ്മൾ ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കണേ. കാരണം എന്താണ്? വി ആർ യൂസിങ് ഓൾ ദ ഫാക്ടേഴ്സ് which is changing in the same proportion. ഓരോ പ്രൊപ്പോർഷനിൽ ആദ്യം നമ്മൾ ഒരു ലേബർ ഒരു ക്യാപിറ്റലാണ് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സർട്ടൻ എമൗണ്ട് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ, രണ്ടാമത് നമ്മൾ ക്യാപിറ്റൽ മാത്രമല്ല ലേബർ മാത്രമല്ല, രണ്ടും നമ്മൾ ഒരേ അനുപാതത്തിൽ നമ്മൾ വ്യത്യാസം വരുത്തണേ. നമുക്കറിയാം സാധാരണഗതി. അപ്പൊ I repeat once more, the production that is observed when the ratio between the factors, അത് മറക്കരുത്. റേഷ്യോ അനുപാതത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. 1:1 ആണെങ്കിൽ പിന്നെ നമ്മൾ 2:2 ആയിരിക്കും, അല്ലെങ്കിൽ 4:4 ആയിരിക്കും, അല്ലെങ്കിൽ 8:8 ആയിരിക്കും. അപ്പൊ അനുപാതത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ബട്ട് വി ആർ യൂസിങ് ഓൾ ദ ഫാക്ടേഴ്സ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ. നമ്മൾക്കറിയാം ഉൽപാദനത്തിന് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഉൽപാദന ഘടകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ടതാണ് ലേബർ എന്ന് പറയുന്നത്, രണ്ടാമത്തേത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, മൂന്നാമത്തേത് നമ്മൾ ലാൻഡ് എന്ന് പറയും. മനസ്സിലായോ? ഇതെല്ലാം ഇല്ലായ്മയിൽ നിന്ന് നമുക്കൊന്നും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. നമുക്ക് ഉൽപാദനങ്ങളുടെ ഘടകങ്ങൾ വേണം. അതിന് പ്രധാനമായിട്ട് നമ്മൾ there are only 4 factors of production. നമ്മൾ പറഞ്ഞു ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഈ 4 പേരുടെയും, മനസ്സിലായോ, കോർപ്പറേഷനിൽ കൂടിയാണ് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘടകം ചിലപ്പോൾ കൂടുതൽ ഉപയോഗിക്കും, ഒരു ഉൽപാദന ഘടകം കൂടുതൽ ഉപയോഗിക്കും.
മറ്റു സമയത്ത് ചിലപ്പോൾ മറ്റ് ഏതെങ്കിലും ഉൽപാദന ഘടകമായിരിക്കും, അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ് ഓർക്കുന്നുണ്ടായിരിക്കും, അഗ്രികൾച്ചർ, അവിടെ ലാൻഡിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ നമ്മൾ ലാൻഡ് കൂടുതൽ ഉപയോഗിക്കും. നേരെ മറിച്ച് വ്യവസായ സ്ഥാപനങ്ങളിൽ ക്യാപിറ്റലിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം. അപ്പോൾ നമ്മൾ മൂലധനം ഗണ്യമായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ലാൻഡ് ചിലപ്പോൾ നമുക്ക് കുറച്ച് മതിയാകുകയും ചെയ്യും. So when all the factors of productions are increased in the conditions of techniques, there are three possibilities that will arise. ഒന്ന്, output increases in a greater proportion as compared with the increase in the factors of production. ഇതിനെ പറയുന്നത് increase in returns to scale. എന്താണ്? ഔട്ട്പുട്ട് ഇൻക്രീസസ് ഇൻ എ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ. നമ്മളുടെ ഉൽപാദന ഘടകങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും കൂടുതലായിട്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ദെൻ output increases in a smaller proportion as compared with the increases in the amount of the factors of production. The second one is increasing returns to scale. ഉണ്ട് ഇതിനകത്ത് ഒരു ഇത് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഒന്ന്, ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, അതായത് ഉൽപ്പന്നം നമ്മൾ ഇറക്കുന്ന ഉൽപാദന ഘടകങ്ങളെക്കാട്ടും കൂടുതലായിട്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. നേരെ മറിച്ച് ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങളുടെ തോതും ഉൽപ്പന്നത്തിൽ ഉണ്ടാവുന്ന വർധനവിന്റെ തോതും ഒരേപോലെയാണെങ്കിൽ നമ്മൾ പറയും കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. നേരെ മറിച്ച് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങളുടെ തോതിനെക്കാട്ടിയും കുറവായിട്ടാണ് നമുക്ക് കുറഞ്ഞു പോവുകയാണ്, ഉൽപ്പന്നങ്ങളുടെ തോത് കുറഞ്ഞു പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. അപ്പോൾ whenever there is expansion in the scale of production, മൂന്ന് പോസിബിലിറ്റീസ് ആണ് സാധ്യതയുള്ളത്. ഒന്ന്, ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. രണ്ടാമത്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. മൂന്നാമതായിട്ട് നമ്മൾ ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ആദ്യമായിട്ട് നമുക്ക് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കിയാൽ, ഔട്ട്പുട്ട് ഷെഡ്യൂൾ 1 നോക്കിയേ. 2 ഇൻപുട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? ശ്രദ്ധിച്ചോളണം, വലിയ വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായോ? ക്ലാസ്സുകളിലെടുത്ത് ചാപ്റ്ററുകളായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. വേർഡിങ്സിനൊക്കെ മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. അപ്പൊ നോക്കിക്കൊള്ളണം, നമ്മൾ 2 ഇൻപുട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആദ്യത്തേത് എക്സ്, 2 ഇൻപുട്ട് എക്സ്, let it be labor, let it be land. ഇൻപുട്ട് വൈ, നമ്മൾ 2 ഇൻപുട്ട് എക്സ് ഉപയോഗിക്കുകയും 4 വൈ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ചേഞ്ച് ഓഫ് ഇൻപുട്സ് 100% ഇൻപുട്ടിൽ വ്യത്യാസം വരുത്തുന്നത്. ഓക്കെ, ചേഞ്ച് ഓഫ് ഇൻപുട്സിൽ നമ്മൾ വ്യത്യാസം വരുത്തുമ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് 1000 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. Percentage change in output is nothing because since it is the first stage of production, നമുക്ക് പഴയതായിട്ടോ ഭാവിയിൽ വരുന്നതായിട്ടോ നമുക്ക് കമ്പയർ ചെയ്യാൻ വേറെ ഉൽപ്പന്നമില്ല. വി ആർ ന്യൂ ടു ദ പ്രൊഡക്ഷൻ, ദാറ്റ് പർട്ടിക്കുലർ പ്രൊഡക്ഷൻ. അതുകൊണ്ടാണ് 2 യൂണിറ്റ് എക്സും 4 യൂണിറ്റ് നമ്മൾ വൈയും ഉപയോഗിക്കുമ്പോൾ എന്താണ് ചേഞ്ച് ഇൻ ദ ഇൻപുട്സ് എത്രയാണ്? 100% ആണ്. ആൻഡ് ഔട്ട്പുട്ട് എത്രയാണ്? 1000 ആണ്. നോക്കിക്കൊള്ളണം, റേഷ്യോയിൽ വ്യത്യാസം വരുത്തുന്നില്ല. വി ആർ ഇൻക്രീസിങ്, വി ആർ ഡബിളിങ്. ഒക്കെ 2ൽ നിന്ന് 4 നമ്മൾ ഉപയോഗിക്കുന്നതാണ് എക്സ്. നേരെ മറിച്ച് വൈ നമ്മൾ 8 ഉപയോഗിക്കുന്നതാണ്. പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാണ്? ഇൻപുട്ടിന്റെ പെർസെൻറ്റേജ് ചേഞ്ച് 100%. ഔട്ട്പുട്ട് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 3000 കിട്ടുന്നുണ്ട്. മൂന്നാമത് ഡബിള്, അതിന്റെ 100%ആയിട്ട് 4ൽ നിന്ന് 8 ഇൻപുട്ട് എക്സ് നമ്മൾ വർദ്ധിപ്പിക്കുന്നു. 8ൽ നിന്ന് 16 റേഷ്യോയിൽ വ്യത്യാസം വരുന്നില്ല. മൈൻഡ് ദാറ്റ്. മനസ്സിലായോ? റേഷ്യോയിൽ വ്യത്യാസം, റേഷ്യോ ഓഫ് ദ ഇൻപുട്ട് ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. അപ്പൊ 4ൽ നിന്ന് 8 100%, 8ൽ നിന്ന് 16 100% ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾക്ക് 10,000 യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. 8ൽ നിന്ന് 16 എക്സ് ആയിട്ടും വൈ നമുക്ക് 16ൽ നിന്ന് 32 നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്സ് ഈസ് അഗെയിൻ 100%. അപ്പൊ നമുക്ക് 35,000 നമുക്ക് യൂണിറ്റുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നോക്കിക്കോളുക, ഇത് ഏതിന്റെ കേസാണിത്?
This is a clear case of increasing returns. First stage of production, increasing returns. കാരണം നമ്മൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മളുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതിനെക്കാട്ടിയും വർദ്ധിത തോതിൽ നമ്മൾക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനെ പറയുന്നത് ദ ലോ ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ്. മനസ്സിലായോ? ആദ്യം 1000, രണ്ടാമത് 3000, അല്ലെങ്കിൽ നമുക്ക് 2000 മതി. ഡബിൾ ആക്കിയാണെങ്കിൽ 2000 മതി, പിന്നെ 3000-ന് 6000 മതി. ഇങ്ങനെയല്ല, ഓരോ പ്രാവശ്യവും നമ്മൾക്ക് ഇൻപുട്ട് വർദ്ധിക്കും തോറും നമ്മളുടെ ഉൽപ്പന്നത്തിന്റെ തോത് വർദ്ധിതാ തോതിൽ, അതായത് ഇൻക്രീസിങ് റിട്ടേൺസിലാണ് നമ്മൾക്ക് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നാണ് എന്തുകൊണ്ടാണ്. കാരണം ഒരു ലാൻഡ് നമ്മൾ കൃഷിക്കെടുക്കണേ, അതിന്റെ ഫലപുഷ്ടി വളരെ കൂടുതലാണ്, അത് ആരും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ധാരാളമായിട്ട് നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ കൃഷി വിളവിന് നമുക്ക് ധാരാളമായിട്ട് നമുക്ക് വിളവ് കിട്ടും. മനസ്സിലായോ? അതേപോലെ തന്നെ ഇൻഡിവിസിബിലിറ്റി ഓഫ് ദ ഫാക്ടേഴ്സ് നിങ്ങൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഇൻഡിവിസിബിലിറ്റി ഓഫ് ദ ഫാക്ടേഴ്സ്. ഒരു സാധനം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് നമ്മൾ പറഞ്ഞത്, ഏതോ ഒരു ചെരുപ്പിന്റെയോ എന്തോ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ 10 ചെരുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നുള്ളു. കാരണം നമുക്ക് അറിയാൻ പാടില്ല. ഒരു മെഷീന് 100 പേര് ചെരുപ്പ് ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു സംരംഭകൻ 100 ഉൽപ്പാദിപ്പിക്കില്ല. ആദ്യം 10 ഉൽപ്പാദിപ്പിക്കും. അവിടെ ഇവിടെയൊക്കെ ഒന്ന് സാമ്പിളൊക്കെ കൊടുക്കും, പതുക്കെ ഒരു പരസ്യം കൊടുക്കും. അത് ആളിൽ മേടിക്കാൻ തുടങ്ങുമ്പോൾ 20 ആക്കും, 30 ആക്കും, 50 ആക്കും. അതിനുശേഷം 100 വരെ എത്തും. 100 വരെ എത്തുമ്പോഴും അദ്ദേഹത്തിന് ആ ഒരു മെഷീൻ തന്നെ മതി. അപ്പൊ ചെലവ് അതൊക്കെ കുറഞ്ഞു വരും, റിട്ടേൺസ് കൂടി വരികയും ചെയ്യും. അദ്ദേഹത്തിന്റെ ചെലവ് പരമാവധി കുറയ്ക്കുകയും ചെയ്യും, വരുമാനം ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് ഇൻക്രീസിങ് റിട്ടേൺസ്. At all the stages we are increasing the quantity of inputs by 100%. അത് ക്ലിയർ ആണ്. രണ്ടാമത്, with increase in the quantity of inputs, the quantity of output is increasing more than 100%. 1000, 2000 അല്ല, 1000 കഴിഞ്ഞിട്ട് പിന്നെ 3000 ആണ്. 3000 കഴിഞ്ഞിട്ട് പിന്നെ എത്രയാണ്? 10,000, 10,000 ആണ്. 10,000 കഴിഞ്ഞിട്ട് 20,000, 25,000 അല്ല, 35,000 ആണ്. അതുകൊണ്ടാണ് പറയുന്നത് in quantity increase ചെയ്യുമ്പോൾ the quantity of output is increasing more than 100% at all stages, and therefore this is a clear case of increase in the law of increasing returns to scale. ഇനി രണ്ടാമത്തെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിനകത്ത് രണ്ടാമത്തേതാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ്. നോക്കിക്കൊള്ളുക, the returns are constant. ഇൻപുട്ട് അത് നമ്മൾ ഒരേ അനുപാതത്തിൽ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്സ് 100% നോക്കിക്കൊള്ളുക. ഔട്ട്പുട്ട് 1000, 2000, 4000, 8000. ആദ്യത്തേയിൽ നിന്ന് ഇവിടെ ഒരു 16 വരും കേട്ടോ, 16 വരെ, അത് വിട്ടുപോയതാണത്. അപ്പോൾ ആദ്യത്തെ അതിൽ നിന്ന് നമുക്ക് വ്യത്യാസമായിട്ട് ഇൻക്രീസ് റിട്ടേൺസിന് വ്യത്യാസമായിട്ട് എന്താണ് ദ റിട്ടേൺസ്? ആദ്യം ഇൻപുട്ട് എക്സ് 2, ഇൻപുട്ട് വൈ 4, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ഇൻപുട്സ് 100%. ഓക്കെ, 100% ഔട്ട്പുട്ട് എത്രയാണ്? 100 ആണ്. ശ്രദ്ധിച്ചോ, ഇൻപുട്ട് എക്സും വൈയും ഡബിൾ ആക്കുമ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്സ് 100 ആണ്. അത് നമ്മൾ ഔട്ട്പുട്ട് എത്രയാണ് വർദ്ധിക്കുന്നത്? ഡബിൾ ആകുന്നു. അഗെയിൻ 8, 16, 8 യൂണിറ്റ് എക്സും പിന്നെ 16 യൂണിറ്റ് വൈയും വരുമ്പോൾ അവിടെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്സ് 100 ആണ്. അപ്പൊ അവിടെ വരുമ്പോൾ നമുക്ക് എന്താണ്? ഡബിൾ. 2000-ന്റെ ഡബിൾ ആണ് നമുക്ക് ഇൻപുട്ട് വർദ്ധിപ്പിച്ചപ്പോൾ 2000-ന്റെ ഡബിൾ നമുക്ക് 4000 കിട്ടി. ലാസ്റ്റ് ഇൻപുട്ട് എക്സ് എഴുതിയെടുക്കുന്നവർ, നോട്ട് ചെയ്യുന്നവർ നോക്കിക്കൊള്ളുക, അവിടെ 8-ന്റെ താഴെ നമ്മൾ 16 ഇടണം, കാരണം ഡബിൾ. എന്നാലേ 4000-ന് 8000-ലേക്ക് എത്തുള്ളൂ. അത് ടൈപ്പ് ചെയ്തപ്പോൾ വിട്ടുപോയതായിരിക്കും, ലീവ് ഇറ്റ്. 8-ന് പകരമായിട്ട് 8-ന്റെ താഴെ 16 യൂണിറ്റ് എക്സും ഇൻപുട്ട് വൈയും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് 100% ചേഞ്ച് ഇൻ ഇൻപുട്സ് ആണ്. പക്ഷെ ഔട്ട്പുട്ട് ഗണ്യമായിട്ട് വർദ്ധിക്കും. എന്താണ് പറഞ്ഞത്? മനസ്സിലായോ? ഇൻപുട്ട് 100% കൊണ്ട് വർദ്ധിപ്പിക്കുമ്പോൾ ഔട്ട്പുട്ട് 100% കൊണ്ട് വർദ്ധിക്കും.
ഇൻപുട്ട് 200% കൊണ്ട് വർദ്ധിക്കുമ്പോൾ ഔട്ട്പുട്ടും 200% കൊണ്ട് വർദ്ധിക്കും. ഇതിനാണ് നമ്മൾ പറഞ്ഞത് ഇൻപുട്ട് ഇൻക്രീസ് ബൈ 100% at each stage. Output also increase by 100% at each stage. This is a clear example of what is that? Constant returns to scale. നമ്മൾ ആദ്യത്തേത് ഇൻക്രീസിങ് റിട്ടേൺസ്. അതിനുശേഷം മനസ്സിലായോ, നമുക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ നമ്മൾക്ക് ഇൻക്രീസിങ് റിട്ടേൺസ് കിട്ടൂല. ഒരു പരിധി എത്തുമ്പോൾ നമ്മൾക്ക് റിട്ടേൺസ് കൂടുന്നുമില്ല, കുറയുന്നുമില്ല. ഇത് ഉൽപാദകനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു ഇൻഡിക്കേഷൻ ആണ്. കാരണം എന്താണ്? അൺലെസ് ആൻഡ് അൺടിൽ നമ്മൾ ഇനിയിപ്പോ കുടം കമത്തി വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ അതിമ്പോ അൺലെസ് ആൻഡ് അൺടിൽ യു ചേഞ്ച് ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. സ്മോൾ സ്കെയിലിൽ നിന്ന് മീഡിയം സ്കെയിലിൽ നിന്ന് ലാർജ് സ്കെയിലിലേക്ക് നിങ്ങൾ വ്യത്യാസം വരുത്തില്ല എങ്കിൽ നിങ്ങൾ മുടക്കുന്ന മുതലനുസരിച്ചുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഇച്ചിരി വർധന വരും. അപ്പൊ ലാഭത്തിന്റെ തോത് കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ കോൺസ്റ്റന്റ് റിട്ടേൺസ് ഇത് പെട്ടെന്നല്ല. കോൺസ്റ്റന്റ് റിട്ടേൺസ് വിൽ സെറ്റ് ഇൻ ആൻഡ് ഇറ്റ് വിൽ സ്റ്റേ ഫോർ സം ടൈം. പെട്ടെന്ന് നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂല. എന്തുമാത്രം ഉൽപ്പന്നങ്ങൾ നമ്മൾ വർദ്ധിച്ചിട്ടും റിട്ടേൺസിൽ കാര്യമായിട്ട് വർധനവ് വരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. സ്മോൾ സ്കെയിലാണ് നമ്മുടെ പ്രൊഡക്ഷൻ എങ്കിൽ മീഡിയം സ്കെയിലിലോട്ട് വരണം. മീഡിയം സ്കെയിലാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ലാർജ് സ്കെയിലിലേക്ക് വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പുതിയ ഒരു മെഷീൻ മേടിക്കും. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് മെഷീൻ ഒന്നും കൂടെ നമ്മൾ ഓവറോൾ ചെയ്ത് നല്ല വർക്കിംഗ് കണ്ടീഷനിലായിരിക്കും. അല്ലെങ്കിൽ പുതിയ ഒരു മെഷീൻ മേടിക്കും. പുതിയ ഒരു ടെക്നോളജി, നിലവിലുള്ള ടെക്നോളജി നമ്മളത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ നോക്കും. ഇല്ലെങ്കിൽ ധാരാളം ടെക്നോളജികളുണ്ട്. ഒന്നില്ലെങ്കിൽ അവരുടെ ഗവേഷണശാലകളിൽ തന്നെ ഡെവലപ്പ് ചെയ്ത ചില ടെക്നോളജികളുണ്ട്, അവർ ഉപയോഗിച്ചിട്ടില്ല. ആ ടെക്നോളജി ചിലപ്പോൾ അവർ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ മാറും. മനസ്സിലായോ? അല്ലെങ്കിൽ പുതിയ ടെക്നോളജി അവർ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ മറ്റേതെങ്കിലും കമ്പനികളിൽ നിന്നോ അവർ പുതിയ ടെക്നോളജി മേടിക്കുകയും ചെയ്യും. അപ്പൊ ഇതിനെല്ലാം കുറെ ചെലവുകളുണ്ട്. ഇൻപുട്ട് കോസ്റ്റ് ഗണ്യമായിട്ട് വർദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇൻപുട്ട് കോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ when there is a change of scale എന്താ സംഭവിക്കുന്നത്? വീണ്ടും നമുക്ക് ഡിമിനിഷിംഗ് റിട്ടേൺസിലോട്ട് പോകില്ല. അഗെയിൻ ഇൻക്രീസിങ് റിട്ടേൺസ്. നമ്മളൊരു പുതിയ ഒരു സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ തുടങ്ങിയ പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിലെല്ലാം വ്യത്യാസം വരുമ്പോൾ, ലാൻഡും ലേബറും ക്യാപിറ്റലും എല്ലാം നമ്മൾ വ്യത്യാസം വരുമ്പോൾ, സ്മോൾ സ്കെയിലിൽ നിന്ന് മീഡിയം സ്കെയിൽ ആക്കുകയോ മീഡിയം സ്കെയിലിൽ നിന്ന് ലാർജ് സ്കെയിൽ ആക്കുകയോ ചെയ്യുമ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് കുറച്ച് കൂടുതൽ പൈസ നമ്മൾക്ക് പണം ചെലവാക്കിയെങ്കിലും നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് കൂടുതലായിരിക്കും. അപ്പോൾ വീണ്ടും ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു ദ ഡിമിനിഷിംഗ് റിട്ടേൺസ്, കോൺസ്റ്റന്റ് റിട്ടേൺസ് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റേജ് ആണ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. അപ്പൊ ഡിമിനിഷിംഗ് റിട്ടേൺസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, പ്ലാന്റിലും മെഷീനറിയിലൊക്കെ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അഗെയിൻ വി ക്യാൻ റിപ്പീറ്റ് ഇൻക്രീസിംഗ് റിട്ടേൺസ്. Okay, now in the third stage, it will be observed that the total output all stages increases less proportionately. ഇതാണ് ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റേജ് നോക്കുക. ഇൻപുട്ട് എക്സ് ഇൻപുട്ട് 2, പഴയ എക്സാമ്പിൾ തന്നെ കേട്ടോ. ഇൻപുട്ട് y 4, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്ട്സ് 100. നോക്കിയേ, ഔട്ട്പുട്ട് നോക്കിയേ 1000 ഉള്ളു. നമ്മള് ഇൻപുട്ട് ഡബിൾ ആക്കിയിട്ടുണ്ടെങ്കിലും മനസ്സിലായോ, ഔട്ട്പുട്ടിന്റെ തോത് ഡബിൾ ആകുന്നില്ല, 1800 ഇറ്റ് ഈസ് ഇൻക്രീസിങ്, ബട്ട് ഇറ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ്. ഞാൻ പറഞ്ഞത് വർദ്ധിത തോത് ചെറുതാണ്, അല്ലാണ്ട് 1000 നിന്ന് 900 പോകൂല. മനസ്സിലായോ? 1000 നിന്ന് 900 നമ്മൾ ഇൻപുട്ട് നമ്മൾ പുതിയതായിട്ട് ഇടുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഉൽപ്പന്നം 1000 നിന്ന് 1800. മനസ്സിലായോ? മൂന്നാമത്തെ സ്റ്റേജ് 8, 16 അവിടെ വരുമ്പോൾ ഡബിൾ ആണെങ്കിലെങ്കിൽ 3600 വരണം, 3600 വരണം. പക്ഷെ അവിടെ വർധനവുണ്ട്, 1800-നെക്കാട്ടിയും വർധനവുണ്ട്. അത് 2500 മാത്രമേ ഉള്ളൂ. നോക്കിയേ, നാലാമത്തെ നോക്കിയേ, ഇറ്റ് ഈസ് ഡിക്രീസിങ്. The diminishing returns have set in. അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തില്ലെങ്കിൽ, ഇഫ് യു ഗോ ഓൺ ദ സെയിം ലൈൻ ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡ്യൂസറിനെ
ഓൺട്രപ്രണറിനെ, പ്രൊഡ്യൂസറിനെ അതനുസരിച്ച് നഷ്ടം നേരിടേണ്ടതും ചെയ്യും. അപ്പൊ നോക്കിയേ, ആദ്യത്തെ സ്റ്റേജിൽ ഇൻക്രീസിങ് റിട്ടേൺസിൽ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ഓർത്തിരിക്കണം. ഒരു കാര്യമാണ്, ഇത് വീണ്ടും വീണ്ടും പിന്നെയും വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ്, അതായത് ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഇൻപുട്ട് ഡബിൾ ആക്കാതെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കൂട്ടാം. ഇൻപുട്ട് നമ്മൾ ഡബിൾ ആക്കാതെ തന്നെ, ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഇൻപുട്ട് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ ദ സെയിം പ്രൊപ്പോർഷൻ. ഡബിൾ ആക്കണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് വർദ്ധിപ്പിക്കാം. നേരെ മറിച്ച് ഇവിടെ ഡബിൾ ആക്കിയിട്ട് പോലും മൂന്നാമത്തെ സ്റ്റേജിൽ ഡിമിനിഷിംഗ് റിട്ടേൺസിൽ ഇൻപുട്ടിന്റെ തോത് എക്സ് ആൻഡ് വൈ അത് ഡബിൾ ആക്കിയിട്ട് പോലും നമ്മുടെ ഉൽപാദനം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. വർദ്ധിതാ തോതിൽ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. Okay, that is diminishing at a it is increasing at a diminishing rate. അതുകൊണ്ടാണ് diminishing returns to scale. അപ്പോൾ 3 ഓപ്ഷൻസ്: increasing returns to scale, constant returns to scale and diminishing returns to scale. ഇങ്ങനെ ആകുമ്പോൾ it would be observed that the total output at all stages increases less proportionately than increase in ഇൻപുട്സ്. അപ്പോൾ ഈ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്ന ആ പ്രൊപ്പോർഷൻസ്, ആ അനുപാതം അനുസരിച്ച് ഔട്ട്പുട്ടിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ 2 ഉൽപാദന ഘടകങ്ങൾ ഒരേപോലെ കോൺസ്റ്റന്റ് ആയിട്ട് പ്രൊപ്പോർഷനിൽ വെക്കുകയും അത് നമ്മൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉൽപാദനത്തിൽ ഗണ്യമായിട്ടുള്ള വർധന വരും. അതിനാണ് നമ്മൾ പറയുന്നത് ആദ്യത്തെ സെന്റൻസ്, ദിസ് നോൺ ആസ് ചേഞ്ച് ഓഫ് സ്കെയിൽ. ഉൽപാദനത്തിൽ നമ്മൾ വർധന വരുമ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറെ ഗുണങ്ങൾ കിട്ടും. അറ്റ് ദ സെയിം ടൈം കുറെ ദോഷങ്ങളുണ്ടാവും. ആ ഗുണങ്ങളെ നമ്മൾ പറയുന്നത് അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ ഇക്കോണമീസ്, ചില നേട്ടങ്ങൾ. അതിന്റെ ഓപ്പോസിറ്റ് ഡിസ് ഇക്കോണമീസ്, ചില കോട്ടങ്ങൾ വരും, അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് വരും. അപ്പൊ എക്കോണമീസ് ഓഫ് സ്കെയിൽ, നമ്മൾ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഓരോ യൂണിറ്റിനും, എക്സ്പാൻഡ് ചെയ്യുന്ന ഓരോ യൂണിറ്റിനും ചില ഗുണങ്ങൾ കിട്ടും. അതുപോലെ ദേ ഹാവ് ടു ഫേസ് ദോഷങ്ങളും അവർ ഫേസ് ചെയ്യണം. ഈ ഗുണങ്ങൾ 2 രീതിയിലുണ്ട്, മനസ്സിലായോ? അതായത് ഇന്റേണൽ എക്കോണമീസ് ഉണ്ട്, എക്സ്റ്റേണൽ എക്കോണമീസ് ഉണ്ട്. ഒരു ഉൽപാദന ഘടകത്തിന്റെ ഉണ്ടായ വർധനവ് കൊണ്ട്, ആ യൂണിറ്റിന്റെ മാത്രമായിട്ടുള്ള വർധനവ് കൊണ്ട് ആ യൂണിറ്റിന് കിട്ടുന്ന ചില പ്രധാനപ്പെട്ട നേട്ടങ്ങളെ നമ്മൾ പറയുന്നത് ഇന്റേണൽ എക്കോണമീസ് എന്ന് പറയുന്നത്. പിന്നെ പെക്യൂണിയറി എക്കോണമീസ് എന്ന് പറയും, അതായത് പണപരമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അതിനാണ് ലാഭം കിട്ടുന്നത്, പണത്തിന്റെ തോതിൽ കിട്ടുന്ന നേട്ടത്തിനെ പറഞ്ഞത് പെക്യൂണിയറി ഇന്റേണൽ എക്കോണമീസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ എക്സ്റ്റേണൽ എക്കോണമീസും ഉണ്ട്. ഒരു കമ്പനിക്ക് കിട്ടുന്നതായിട്ട് ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ, ലേറ്റസ്റ്റ് ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ, കേരളത്തിലുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ ഏലൂർ കളമശ്ശേരി ബെൽറ്റ്, ഇത് ഒരു എന്താണ്, ഒരു ഇൻഡസ്ട്രിയൽ ബെൽറ്റ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ആരെങ്കിലും ഒരു തൊഴിൽ നോക്കി തേടി അവിടെ പോവുകയാണെങ്കിൽ അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി കിട്ടും. കാരണം എന്താണ്, അവിടെ ഒരു കമ്പനിയല്ല ഉള്ളത്. FACT ഉണ്ട്, TCC ഉണ്ട്, IRE ഉണ്ട്, HIL ഉണ്ട്, ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സിന്റെ ഇതുണ്ട്, TCC ഉണ്ട്, കാർബോറാണ്ടം ഉണ്ട്, പിന്നെ അതുപോലെ ചെറിയ 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 കമ്പനികളല്ല, അതുകൂടാതെ വേറെ ഉണ്ട്. ഇതെല്ലാം ഒരു എക്സ്റ്റേണൽ എക്കോണമിയാണ്. ആ കമ്പനിക്ക് ഏതെങ്കിലും ഒരു കമ്പനി, ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു കമ്പനി പുറകിലോട്ട് ഏതെങ്കിലും റിമോട്ട് സെന്ററിലാണ് കൊണ്ടുപോയി. കാരണം ഇപ്പൊ ടൗണിലൊക്കെ ഇപ്പൊ ആളുകൾ ഫ്ലാറ്റ് പണിയാൻ തന്നെ സമ്മതിക്കുന്നില്ല, ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല. കാരണം എന്താണ്, ഇഷ്ടംപോലെ ഡിസ്ഇക്കോണമീസ് അത് കൊണ്ടുവരും. ഇമാജിൻ ഒരു 9 മണിയാകുമ്പോൾ ഇവിടെ ഉള്ള ടൗണിലുള്ള ഫ്ലാറ്റുകളിൽ നിന്ന് മിക്കവർക്കും, ടൗണിലുള്ള ആളുകൾക്ക് മിക്കവർക്കും ഒരു കാറെങ്കിലും ഉണ്ടാവും. ഇമാജിൻ ഇവിടെ കൊച്ചിയിലുള്ള ചെറിയ ഒരു സെന്ററിൽ, കൊച്ചിയിലുള്ള ചെറിയ ഒരു പല റോഡുകളും പഴയ പോലത്തെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. അതിൽ കൂടി ഓരോ ഫ്ലാറ്റിൽ നിന്ന് ഒരു 100-ഉം 150-ഉം കാറുകൾ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിയാണെങ്കിൽ പിന്നെ സാധാരണക്കാർക്ക് പോകാനേ പറ്റൂല.
പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഇറ്റ് വിൽ കം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. പറഞ്ഞു മനസ്സിലായി? അപ്പൊ അതനുസരിച്ച് ഡിസ്ഇക്കോണമീസ് ഉണ്ട്. ഇതിൽ നിന്ന് വരുന്ന ചില ടോക്സിക് ആയിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന പുക അത് ശ്വസിക്കുമ്പോൾ അതിന്റെ ഇൽ ഇഫക്റ്റ് ജനങ്ങളുടെ ഹെൽത്തിനെ അത് ബാധിക്കും. ഫോർ മെഡിക്കൽ എക്സ്പെൻസസ് അതനുസരിച്ച് ഗണ്യമായിട്ട് കൂടും. ട്രാൻസ്പോർട്ടേഷൻ ബിക്കംസ് ബുദ്ധിമുട്ടായിട്ട് വരും. മനസ്സിലായോ? എർബൻ പ്രോബ്ലം, എർബൻ കൺജഷൻ, പൊല്യൂഷൻ പ്രോബ്ലം, റോഡ് കൺജഷൻ, ഹൗസിംഗ് പ്രോബ്ലം. എല്ലാവർക്കും ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് പട്ടണ പ്രദേശത്തിലേക്ക് ചേക്കേറുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഫ്ലാറ്റിൽ പോയി താമസിക്കാനായിട്ടുള്ള വരുമാനമൊന്നും ഉണ്ടാവില്ല. സോ ലോട്ട് ഓഫ് സ്ലംസ് വിൽ കം അപ്പ്. ചേരി പ്രദേശങ്ങൾ ഗണ്യമായിട്ട് വർദ്ധിക്കും. That will have its own evil effects. ഇനി increasing returns to scale. നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് when the factors of production is kept fixed and the scale is expanded, initially the output increases in a greater proportion than the increase in the factors of production. ഇതാണ് increasing returns to scale. ഒരു ഡയഗ്രാം കാണിച്ചു തരാം. നോക്കിയത് ഇതാണ് increasing returns to scale. Okay, increasing returns to scale, output increases in a greater proportion than the increase in the factors of production. വളരെ ക്ലിയർ ആണ്. അതിന്റെ അർത്ഥം എന്താണ്? If the factors are doubled, the output is more than doubled. അറിയാലോ? ഇനി നമുക്ക് രണ്ടാമത് തിരിച്ച് സ്ലൈഡിലോട്ട് പോകേണ്ട ആവശ്യമില്ല. 2x-ഉം 4y-ഉം 4x-ഉം 8y-ഉം. അപ്പൊ നമ്മൾ ഇൻപുട്ടുകൾ നമ്മൾ ഡബിൾ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് ഗെറ്റിംഗ് മോർ ദാൻ ഡബിൾഡ്. ഓക്കെ, ആദ്യത്തേത് OS എന്ന് പറയുന്നത് സ്കെയിൽ ലൈൻ എന്നാ പറയുന്നത്. ഓക്കെ, P1, P2, P3 ആൻഡ് P4 ഇതെല്ലാം എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് നോൺ ആസ് ദ സ്കെയിൽ ലൈൻ. ഓരോ ഐസോക്വാൻസും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ തോതിനെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ P1, P2, P3 ആൻഡ് P4 അന്ന് നമ്മൾ പറയുന്നത് ഐസോക്വാൻസ് എന്ന് പറയും. പിന്നെ OS is a സ്കെയിൽ ലൈൻ. എന്ത് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നോക്കിയ P1-ൽ A ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സ്കെയിൽ ലൈനും ഐസോക്വാൻറ്റും ഇന്റർസെക്ട് ചെയ്യുന്നത് A-യിലാണ്. A വരെ P1-ൽ ഉൽപ്പാദിപ്പിക്കും. AB-യിലോട്ട് പോകുമ്പോൾ പിന്നെ OB ഉൽപ്പാദിപ്പിക്കും, OC ഉൽപ്പാദിപ്പിക്കും, OD ഉൽപ്പാദിപ്പിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആസ് വി മൂവ് ഓൺ, നമ്മൾ പറഞ്ഞില്ലേ, ആസ് വി മൂവ് ഓൺ ഫ്രം P1 to P4. ഹയർ ഐസോക്വാൻറ്റ് റെപ്രസെന്റ്സ് ഹയർ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഇതൊക്കെ ഇതിനകത്ത് വരണം. ഐസോക്വാൻറ്റ് വിച്ച് ഈസ് ക്ലോസർ ടു ദി ഒറിജിൻ ലോവർ ആണ്. അപ്പോൾ നമ്മൾ ഉൽപാദനം വർദ്ധിക്കുന്നു. ഇത് പോകുന്തോറും ഉൽപാദനം ആദ്യത്തേത് 10, രണ്ടാമത്തേത് 20, മൂന്നാമത്തേത് 30, നാലാമത്തേത് 40. എന്താണ് ഈ ദ ഫാക്ടേഴ്സ് ഓഫ് ഈ സെന്റൻസ് മറക്കരുത്. ഇത് ഇൻക്രീസിങ് റിട്ടേൺസ് ആണ്. if the factors of productions are doubled, if factors are doubled, the output is more than double. In other words, to double the quantity of output, it is not necessary to double the quantity of the factors of production. ഞാൻ പറഞ്ഞില്ലേ, മറക്കരുത് ഇത്. അപ്പൊ നമുക്ക് ഉൽപാദനം ഇരട്ടിയാക്കണമെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങളുടെ തോത് നമുക്ക് ഇരട്ടിയാക്കാതെ തന്നെ നമുക്ക് ഉൽപാദനത്തിൽ വർധന ഉണ്ടാവും. ദാറ്റ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ്. ഇനി എന്തുകൊണ്ടാണ് ഇൻക്രീസിങ് റിട്ടേൺസ് വരുന്നത്? നമ്മൾ പറഞ്ഞു ഇൻഡിവിസിബിലിറ്റി, ടെക്നിക്കൽ ആൻഡ് മാനേജറിയൽ ഇൻഡിവിസിബിലിറ്റീസ്. ഒന്ന്, ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് ചെറുതാണെങ്കിലും അവിടെ കുറെ ലെറ്ററൊക്കെ ടൈപ്പ് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു 5 ലെറ്റർ ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്കൊരു ടൈപ്പ് റൈറ്റർ വേണം, അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ടൈപ്പിസ്റ്റ് വേണം, പേപ്പർ വേണം, ബാക്കി എല്ലാ സൗകര്യങ്ങളും നമുക്ക് വേണം. മനസ്സിലായോ? കാരണം എന്താണ്? ടൈപ്പ് റൈറ്റർ ഇൻഡിവിസിബിൾ ആണ്. ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരാൾ വേണം, 10 ലെറ്റർ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരാൾ വേണം. നമുക്ക് ഒരു ടൈപ്പ് റൈറ്റർ വേണം.
അത് 50 ആണെങ്കിലും 100 ആണെങ്കിലും ചിലപ്പോൾ അയാൾ ഒരു ദിവസം 100 ലെറ്റർ ടൈപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഇൻഡിവിസിബിലിറ്റി ഓഫ് സർട്ടൻ ഫാക്ടേഴ്സ് ഉൽപാദനം വർദ്ധിക്കാനായിട്ടുള്ള ചില ഉൽപാദന ഘടകങ്ങൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മാനേജറിയൽ ഇൻഡിവിസിബിലിറ്റി ഉണ്ട്. When the scale of production is enlarged, initially there is no equiproportionate increase in the demand for the factors of production. സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഇൻക്രീസ് ചെയ്യുന്ന തോതനുസരിച്ച് നമുക്ക് ഉൽപാദന ഘടകങ്ങളുടെ തോത് വർദ്ധിപ്പിക്കേണ്ട. കാരണം നമ്മൾ നേരത്തെ തന്നെ ഒരു ടൈപ്പ് റൈറ്റർ മേടിച്ചു വെച്ചിട്ടുണ്ട്, ഇനി അതിനു വേണ്ടി വേറൊരു ടൈപ്പ് റൈറ്റർ മേടിച്ചു വെക്കണ്ട. മനസ്സിലായോ? രണ്ടാമത് സ്പെഷ്യലൈസേഷൻ. ഷംബർലൈൻ പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് ഈസ് മെയിൻലി ഡ്യൂ ടു സ്പെഷ്യലൈസേഷൻ. കാരണം ഉൽപാദനം അല്ലെങ്കിൽ ഉൽപാദിപ്പിക്കുന്ന തോത് വർദ്ധിപ്പിക്കുമ്പോൾ we can introduce a division of labor. ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഓരോ തൊഴിലാളിയെയും എടുക്കാം. അതാത് സ്ഥലത്ത് ഓരോരുത്തരുടെയും കഴിവനുസരിച്ചുള്ള മേഖലയിൽ ഓരോരുത്തരെ നിയമിക്കുകയും ചെയ്യാം. So the workers are given jobs according to the ability. Their productivity increases while cost declines. ഇപ്പോഴത്തെ ഒരു നേച്ചർ നോക്കിക്കൊള്ളുക. IT മേഖലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ തൊഴിലവസരങ്ങൾ. ഇപ്പോൾ സാമാന്യം ഭേദപ്പെട്ട ശമ്പളത്തോടു കൂടി, ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ശമ്പളത്തോടു കൂടി IT മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കിട്ടുന്ന എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അറ്റ് പ്രസന്റ് കൂടുതലായിട്ട് നിൽക്കുന്ന അവിടെയാണ്. മറ്റു സ്ഥലത്ത് ഇല്ല എന്ന് പറയരുത്, ഉണ്ട്. പക്ഷെ എന്നാലും ഇവർ ആദ്യം കൊടുക്കുന്ന അത്രയുള്ള ശമ്പളം മറ്റാൾക്കും പലരും കൊടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ആദ്യം IT-കാരെ മാത്രം എടുത്തു, കമ്പ്യൂട്ടർ സയൻസുകാരെ മാത്രം എടുത്ത്, പിന്നെ IT-കാരെടുത്ത്, ഇപ്പൊ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാരെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇലക്ട്രിക്കലുകാരെ എടുക്കുന്നുണ്ട്, സിവിലുകാരെ എടുക്കുന്നുണ്ട്, മെക്കാനിക്കലുകാരെടുക്കുന്നുണ്ട്. Imagine the case of a person who has completed his BTech in civil or in mechanic, and how can he perform well because his efficiency will not be there much. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? ഇവരെല്ലാവരും എടുക്കും. ഏതെങ്കിലും ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരും അവരിപ്പോൾ എടുക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ട് ടൂളിൽ മാത്രമായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കും, ഇന്റൻസീവ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കും. അതുവഴി അവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന നേരെയുള്ള വഴിയിൽ പോവുക. എവിടെയെങ്കിലും ഒരു വളവ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദേ ഡോണ്ട് നോ. അവർക്ക് നേരെയുള്ള വഴി മാത്രമേ അവർക്ക് ട്രെയിനിങ്ങിൽ പറഞ്ഞിട്ടുള്ളൂ. ചരിഞ്ഞു പോണ വഴി അവർക്ക് അറിയാൻ പാടില്ല. അവിടെ ചെല്ലുമ്പോൾ അവർ സ്റ്റക്കാവും. അപ്പൊ അവർ ഏതെങ്കിലും കാരണവശാൽ ആ ജോയിൻ ചെയ്ത കമ്പനിയിൽ നിന്ന് ലീവ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എവിടെ എന്താണ് ജോലി, ഇന്നത് ജോലി, എന്താണ് ഈ ടൂൾ അറിയാമോ, ഏതെങ്കിലും ഒരു ടൂൾ അറിയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ബൈ നേച്ചർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ IT-ലോ ഏതെങ്കിലും ഡിഗ്രി എടുത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലത്തെ ഓബ്സ്റ്റിക്കിൾസ് ഒന്നും അവർക്ക് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ രണ്ട് കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇൻക്രീസിങ് റിട്ടേൺസ് വരുന്നത്? ഒന്ന് ഇൻഡിവിസിബിലിറ്റി, ദെൻ ടെക്നിക്കൽ ആൻഡ് മാനേജറിയൽ ഇൻഡിവിസിബിലിറ്റീസ്. അത് രണ്ട് രീതിയുണ്ട്. ടെക്നിക്കൽ ഉണ്ട്, അതുകൊണ്ട് മാനേജറിയൽ ഇൻഡിവിസിബിലിറ്റീസ് ഉണ്ട്. മാനേജറിയൽ ഇൻഡിവിസിബിലിറ്റി നമുക്ക് ചെറിയ ഒരു യൂണിറ്റ് ആണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരാൾ വേണം പർച്ചേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരാൾ തന്നെ അത് മാനേജ് ചെയ്യണം, അയാൾ തന്നെ പർച്ചേസ് ചെയ്യാൻ പോകണം, അയാൾ തന്നെ വിൽപ്പന സ്ഥലത്ത് ഇപ്പോൾ കാശ് മേടിക്കാൻ വേണ്ടി പോകണം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ സൂപ്പർവിഷൻ നടത്തണം. ഇറ്റ് ബിക്കംസ് വെരി കംബർസം. അപ്പൊ അവർക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ പ്രൊഡക്ഷൻ ഗണ്യമായിട്ട് കുറഞ്ഞു പോകും. ഇപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് ഇൻക്രീസിങ് റിട്ടേൺസ് വരുന്നത്? ഒന്ന് ഇൻഡിവിസിബിലിറ്റി, അത് ടെക്നിക്കൽ ഇൻഡിവിസിബിലിറ്റി ഉണ്ട്, മാനേജറിയൽ ഇൻഡിവിസിബിലിറ്റി ഉണ്ട്. വെദർ ദർ ഈസ് പ്രൊഡക്ഷൻ. മനസ്സിലായോ? പ്രൊഡക്ഷൻ ഇല്ല എങ്കിൽ അടുത്ത ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു വരും. ഇനി പ്രൊഡക്ഷൻ എന്തെങ്കിലും കാരണവശാൽ ലോക്കൗട്ട് വന്നു പ്രൊഡക്ഷൻ ഇല്ല എങ്കിലും മാനേജറിയൽ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം. തൊഴിലാളികൾ എടുത്താൽ മാത്രമേ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. തൊഴിലാളികൾ എടുക്കുന്നില്ല, കാരണം സ്ട്രൈക്കാണ്. പക്ഷെ മാനേജ്മെന്റ് സ്റ്റാഫിന് സ്ട്രൈക്ക് ആണെങ്കിൽ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കണം. അടുത്ത ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇത് പറഞ്ഞു തരാം. മനസ്സിലായോ? ഇനി അടുത്തത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. 10% വർധനവ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ക്ലാസ് കൊണ്ട് ഞാൻ പറയാം കോൺസ്റ്റന്റ്. 1, 2 മൂന്നാമത്തെ ക്ലാസ് കൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ, ഇൻക്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെങ്കിൽ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. സെയിം തിങ് ഇസ് റിപ്പീറ്റഡ്. അപ്പൊ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺലി അപ് ടു എ പോയിന്റ്. നമ്മളെ തുടർച്ചയായിട്ട് ലാൻഡിലൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ഇൻക്രീസിംഗ് റിട്ടേൺസ് ഓഫ് സ്കെയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അൺലെസ് ആൻഡ് അൺടിൽ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ ടെക്നോളജി. അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ടിൽ വ്യത്യാസം വരണം. എന്തുകൊണ്ടാണ് നമുക്ക് ഗ്രീൻ റെവല്യൂഷൻ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്? കാരണം എന്താണ്? നമ്മൾ അത്രയും നാള് നമ്മൾ ഉപയോഗിച്ചെന്ന് വെച്ചാൽ ടെക്നോളജിയിൽ മാറ്റം തറോ ചേഞ്ച്. ബെറ്റർ സീഡ്സ്, നല്ല ഇനത്തിലുള്ള വിത്തുകൾ, വളം, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, പിന്നെ മന്യുവർ അല്ലെങ്കിൽ പിന്നെ എന്താണ് വളം, ഇതെല്ലാം അവർക്ക് പുതിയതായിട്ട് ഒരു പാക്കേജ് പ്രോഗ്രാമായിരുന്നു. ഗണ്യമായിട്ട് ഉൽപാദനം. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് ആദ്യം സഹായിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷൻ. അതിനുശേഷം ജനസംഖ്യ ഇത്രയും ഗണ്യമായിട്ട് അതിനുശേഷം വളർന്നു 1.4 ബില്യണായി. എന്നിട്ട് നമ്മൾക്ക് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു രണ്ടാമത്തെ ഒരു ഗ്രീൻ ഒരു ടെക്നോളജി ഒരു ബ്രേക്ക് ത്രൂ ഇൻ ടെക്നോളജി കൃഷിയിൽ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നുണ്ട് അല്ലെ? ഒരു രണ്ടാമത്തെ ഒരു ഗ്രീൻ റെവല്യൂഷൻ നമുക്ക് ഇതേവരെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ഇൻക്രീസിംഗ് റിട്ടേൺസ് കനോട്ട് ഗോ ഓൺ ഇൻഡെഫിനിറ്റ്ലി. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് റിട്ടേൺസ് നമ്മൾ മുതൽ മുടക്കുന്നതിന്റെ തോതനുസരിച്ച് നമുക്ക് അത്രയും മാത്രം കിട്ടുള്ളൂ, കൂടുതലും ഇല്ല കുറവുമില്ല. അങ്ങനെ വരുമ്പോൾ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം പരമാവധി ലാഭം കിട്ടണം, അതിന് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിനുള്ള മാർഗങ്ങൾ നോക്കിയില്ലെങ്കിൽ ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് ഫോർ ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ദിസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് കോൾഡ് ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പൊ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ അതിനെ പറയുന്നത് മറക്കരുത്, ദിസ് ഈസ് നോൺ ആസ് ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ദ ഫസ്റ്റ് ഡിഗ്രി. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതുപോലെയൊക്കെ ചോദിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് റിട്ടേൺസ്. എന്നൂടെ പറഞ്ഞാൽ ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് അതിനെ പറയാം, അല്ലെങ്കിൽ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ദി ഫസ്റ്റ് ഡിഗ്രി. നോക്കിയേ, P3, P4, P5, P6. ഓക്കെ, CD is equal to DE equal to EF. From isochons P4 to P5, or from isochon P5 to P6, constant returns of scale are obtained. The fact CD, okay, CD is equal to DE, DE is equal to EF is on the scale line indicates this phenomenon. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? CD is equal to DE, DE is equal to EF. കാരണം എന്താണ്? ഇറ്റ് ഈസ് ഇൻക്രീസിംഗ് പ്രൊപ്പോർഷൻ. കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ ഇൻക്രീസസ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ ഇൻ വിച്ച് ദ ഇൻപുട്സ് ആർ ഇൻക്രീസ്ഡ്. ഇൻപുട്സ് 10% കൊണ്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടും 10% കൊണ്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും. Then, when the benefits of specialization of a factor in the unit of production are small, and when such benefits have already been reaped at a small level of production, then for a considerable period of time, production increases according to the law of constant return. This is very important. ആദ്യത്തെ രണ്ടാമത്തെ തോതിലുള്ള നമ്മുടെ സ്പെഷ്യലൈസേഷൻ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇൻക്രീസിംഗ് റിട്ടേൺസ് ഒരു പരിധി വരെ നമുക്ക് കിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത് വീണ്ടും ആ തോതിൽ നിന്ന് നമുക്ക് വീണ്ടും പഴയ ഇൻക്രീസിംഗ് റിട്ടേൺസിലേക്ക് പോകണമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനിൽ വ്യത്യാസം വരുന്നു. അത്രയും നാള് മൈക്രോ യൂണിറ്റ് ആണെങ്കിൽ സ്മോൾ യൂണിറ്റ് ആക്കണം, സ്മോൾ യൂണിറ്റ് ആണെങ്കിൽ മീഡിയം സ്കെയിൽ ആക്കണം, മീഡിയം സ്കെയിൽ ആണെങ്കിൽ ലാർജ് സ്കെയിൽ ആക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു സ്റ്റേജ് ഇത് പിന്നെ നമ്മളുടെ കോൺസ്റ്റന്റ് റിട്ടേൺസിൽ നിന്ന് നമുക്ക് വീണ്ടും ഇൻക്രീസിംഗ് റിട്ടേൺസിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഇല്ലേ, ആഫ്റ്റർ ദിസ് കോൺസ്റ്റന്റ് റിട്ടേൺസ് വാട്ട് ഇസ് ദ തേർഡ് സ്റ്റേജ്? തേർഡ് ആൻഡ് ദ നാച്ചുറൽ സ്റ്റേജ് ഈസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫോളോയിങ്. 1000 നിന്ന് 2000 പറഞ്ഞാൽ 1800, 1800 മൂന്നാമത്തേത് 2500, 2500 നിന്ന് എന്താണ് 3200, 3000 എന്തോട്ട്. നമ്മൾ
ചെയ്യുന്ന, അതായത് നമ്മൾ ഉൽപാദന ഘടകങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്ന പൈസയുടെ തോതനുസരിച്ച് നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടൂല. ദാറ്റ് ഈസ് നോൺ ആസ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. എൻഷുർ ദാറ്റ് ദ സൈസ് ഓഫ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഫേംസ് കനോട്ട് ബി ഇൻഫിനിറ്റ്ലി ലാർജ്. ഓക്കെ, ഇൻഫിനിറ്റ് ആയിട്ട് ലാർജ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലത്. ഇന്നല്ലെങ്കിൽ നാളെ ഡിമിനിഷിംഗ് റിട്ടേൺസ് വിൽ സെറ്റ് ഇൻ. അപ്പൊ എന്താണ്, ജനറലി ആഫ്റ്റർ എ ലിമിറ്റ്, when the quantity of the factors of production is increased in such a way that the proportion of the factors remains unchanged, output increases in a smaller proportion as compared with the increases in the amounts of factors of production. ഞാൻ പറഞ്ഞു തന്ന കാര്യം തന്നെ നിങ്ങളുടെ ബുക്കിൽ നിന്ന് തന്നെ ഞാൻ എടുത്തിട്ടേക്കുന്നതാണ്. മനസ്സിലായ? ഒരു സ്റ്റേജ് എത്തിയതിനു ശേഷം, കോൺസ്റ്റന്റ് റിട്ടേൺസ് എത്തിയതിനു ശേഷം നമ്മൾ മുതൽ മുടക്കുന്ന തോതനുസരിച്ച് ഉൽപാദന ഘടകങ്ങൾക്ക് വേണ്ടിയിട്ട് ഉൽപാദന ഘടകങ്ങൾ നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന തോതനുസരിച്ച് നമ്മൾക്ക് ഉൽപ്പന്നങ്ങൾ നമുക്ക് അതനുസരിച്ച് കിട്ടൂല. ബട്ട് ഇറ്റ് വിൽ ഇൻക്രീസ് ഓൺലി അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ്. ഇറ്റ് വിൽ ഇൻക്രീസ് ഓൺലി അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ്. നോക്കിക്കോളുക. P5 and P6 ഐസോക്വാൻസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. P5 and P6 എന്താണ് നമ്മൾ കണ്ടത്? P5 and P6 they are the last stage of the constant returns. അപ്പോ കോൺസ്റ്റന്റ് റിട്ടേൺസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്, constant returns to scale ആണ് P5 and P6. It is increasing. നമ്മൾ constant returns നമ്മൾ പറഞ്ഞു P5, P6, P4, P3, P2 ഇതെല്ലാം ഇറ്റ് ഈസ് ഇൻക്രീസിങ് ആണ് കോൺസ്റ്റന്റ് റിട്ടേൺസ്. നോക്കിയേ, P6 കഴിഞ്ഞിട്ട് P7 ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ബട്ട് ആ P7 ലെറ്ററിലെ ഇൻക്രീസ് അത്ര ചെറു കൂടുതലാണ്, കാര്യമായിട്ട് ഡബിൾ ഒന്നുമില്ല. P7 നിന്ന് P8 പോകുന്നു, P8 നിന്ന് P9 പോകുന്നു, P9 നിന്ന് P10 പോകുന്നു. അപ്പൊ നമുക്ക് വർധനവുണ്ട്. വർദ്ധിക്കുന്ന തോത് നോക്കിയേ, 50, 60, 70, 80, 90, 100. എന്റെ അർത്ഥം എന്താണ് ഇവിടെ മനസ്സിലായോ? 10 യൂണിറ്റ് ആണ് നമ്മുടെ വർധന. 50 നിന്ന് 60 കോൺസ്റ്റന്റ് റിട്ടേൺസ്. ആ 60 നിന്ന് 70 യൂണിറ്റ് നമ്മൾ ഉൽപാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന ഉൽപാദന ഘടകങ്ങൾ വളരെയധികം കൂടുതലാണ്. സോ ഓരോ യൂണിറ്റ് 50 നിന്ന് 60, 60 നിന്ന് 70 യൂണിറ്റ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉൽപാദന ഘടകങ്ങളുടെ തോത് കൂടും. അതനുസരിച്ച് റിട്ടേൺസ് നമുക്ക് കിട്ടുന്നില്ല. 70 നിന്ന് 80 10 യൂണിറ്റ് ആണ് വർദ്ധിപ്പിക്കുന്നത്, പക്ഷെ ഉൽപാദന ഘടകങ്ങളുടെ തോത് അതിനെക്കാട്ടിയും കൂടുതലാണ്. അതനുസരിച്ച് റിട്ടേൺസ് കിട്ടുന്നില്ല അല്ലെ? 90 നിന്ന് 100 നോക്കിയേ. അപ്പൊ ആസ് യു ഗോ ഓൺ ഇൻക്രീസിങ്, ഫസ്റ്റ് വി ഹാവ് ദ increasing returns, constant returns, and after that we will experience the situation of diminishing returns. Diminishing returns scale, output increases proportionally less than inputs. Economists do not agree on the causes which leads to operation of diminishing returns to scale. കാരണം എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം, ഒന്ന് എന്റർപ്രൈസ്, അതായത് ഷോർട്ട് ടേമിലാണെങ്കിലും ലോങ് ടേമിലാണെങ്കിലും ഒരു സാധാരണ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവരുടെ പ്ലാന്റിന്റെ സൈസ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, പ്ലാന്റ് മീൻസ് കെട്ടിടവും അതിൻ്റെ അകത്തുള്ള മെഷീനറിയൊക്കെ ഓൾ ഓഫ് എ സഡൻ അവർക്ക് പെട്ടെന്ന് വ്യത്യാസം വരുത്താൻ പറ്റില്ല. ഈവൻ ഇൻ ലോങ് ടേം, യു ഗോ ടു FACT വിച്ച് ഈസ് ക്ലോസർ ടു മൈ ഹൗസ്. 46 തുടങ്ങിയ വ്യവസായ സ്ഥാപനമാണ്. ഇപ്പോഴും പഴയ മെഷീനറികൾ ഇപ്പോഴും അവിടെ അവർ അത് വെച്ചിട്ടൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. എല്ലാം തന്നെ ഇല്ല, പുതിയ മെഷീനറി ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാം അവർക്ക് ഡിസ്കാർഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി. പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഗണ്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ, ഒരു കെട്ടിടത്തിനും അതിൻ്റെ അകത്തുള്ള മെഷീനറിയൊക്കെ ഗണ്യമായിട്ട് വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ ഇഷ്ടംപോലെ ആളുകളുടെ അടുത്ത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഫയലുകൾ പോയിട്ട് നോ ഒബ്ജക്ഷൻ മേടിക്കണം. ഇറ്റ് കോസസ് എ ലോട്ട് ഓഫ് ഡിലേ. ഇപ്പൊ പ്ലാന്റ് ആൻഡ് മെഷീനറി ചെറുതാണെന്ന് തോന്നിയാൽ പോലും പെട്ടെന്ന് ഷോർട്ട് ടൈമിൽ, പ്രത്യേകിച്ച് മീഡിയം ടൈമിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ട്, ലോങ് ടൈമിൽ കുറച്ചും കൂടെ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്, വി നീഡ് ക്യാപിറ്റൽ. കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം അത് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റൂല. നിലവിലുള്ള മെഷീനറി പരമാവധി അവർ റിപ്പയർ ചെയ്തുകൊണ്ട് അവർ ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ നോക്കും.
അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന അതേ തരത്തിലുള്ളവർ ബെറ്റർ അല്ല. കാരണം വി കനോട്ട് അഫോർഡ് ദാറ്റ്. ഇതെല്ലാം മേടിക്കുമ്പോൾ hefty എമൗണ്ട് വിൽ ഹാവ് ടു ബി സ്പെൻഡ്. അപ്പൊ അവർക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ പറഞ്ഞില്ല, പ്രൊഡക്ഷൻ നോ ഇക്കോണമിസ്റ്റ് ഓർ നോ പ്രൊഡ്യൂസർ undertakes പ്രൊഡക്ഷൻ ഫോർ ചാരിറ്റി. അപ്പോ ഒന്ന് എന്റർപ്രൈസ് എന്താണ് ഡിമിനിഷ് ചെയ്യുന്നത്? എന്റർപ്രൈസ് കനോട്ട് ബി ചേഞ്ച് ഓൾ ഓഫ് എ സഡൻ. രണ്ടാമത് മാനേജറിയൽ ഡിഫിക്കൽട്ടി ഞാൻ രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞു. As the plant and the machinery, size of the plant expands, it becomes difficult for one person to control everything. അപ്പൊ നമുക്ക് ഡിഫറെന്റ് രീതിയിലുള്ള മാനേജറിയൽ ഡിഫിക്കൽട്ടീസ് വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്നിപ്പോ ഒരു സാധാരണ ഒരു കമ്പനി ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനേജർ, DG, മറ്റൊരു CMD എല്ലാം ഉണ്ട്. ഇത് കൂടാതെ ഒരു ലോവർ ലെവലിൽ നമുക്ക് പർച്ചേസിംഗ് മാനേജർ ഉണ്ട്, സെയിൽസ് മാനേജർ ഉണ്ട്, HR മാനേജർ ഉണ്ട്. പറഞ്ഞ മനസ്സിലായോ? പിന്നെ IT റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ നോക്കാനായിട്ട് മാനേജർ ഉണ്ട്, ടെക്നിക്കൽ മാനേജേഴ്സ് ഉണ്ട്. There are a number of managers who are managing the business. ഇവരെല്ലാം they don't come for free of they don't come for charity. അത് വെറുതെ വരുന്നതല്ല. They have to be paid immensely. They have to be paid. Hefty salaries and perks will have to be given to these staff. അങ്ങനെ ഒരു വീണ്ടും കോസ്റ്റ് റിഡക്ഷൻ ഗണ്യമായിട്ട് കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ് നമുക്ക് ഡിമിനിഷിംഗ് റിട്ടേൺസ്? ഒന്ന് എന്റർപ്രൈസ്, നമ്മൾ പ്രൊഡക്ഷൻ വർക്കിൽ നമുക്ക് ഇക്കോണമീസ് കിട്ടും, മാർക്കറ്റിംഗിൽ നമുക്ക് ഇക്കോണമീസ് കിട്ടും. വൻ തോതിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള കുറെ ഇക്കോണമീസ് കിട്ടും. എന്തെല്ലാമാണ് വൻ തോതിൽ നമ്മൾ വലിയ തോതിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളമായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുവരാം, നിലവിലുള്ള മെഷീനറിയൊക്കെ ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാം. പിന്നെ പഴയ മെഷീനൊക്കെ നമുക്ക് വേണമെങ്കിൽ റിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി റിപ്പയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഡിവിഷണൽ ലേബർ കൊണ്ടുവരാം. ട്രാൻസ്പോർട്ടേഷൻ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊണ്ടുവരാം. പിന്നെ ബൈ പ്രൊഡക്ട്സ് ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ പിന്നെ ബൈ പ്രൊഡക്ട്സ് ആണ് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളുടെ പിന്നെ ഇൻപുട്ടുകൾ എന്ന് പറയുന്നത്. ഷുഗർ, ലെറ്റ് us take the case of ഷുഗർ ഉൽപ്പാദിപ്പിച്ച ശേഷം അതിന്റെ മൊളാസസ് ഉണ്ട്. ആ മൊളാസസ് ഉപയോഗിച്ചാണ് അവർ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. മനസ്സിലായോ? അതുപോലെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാണ്ട് എത്തനോൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് വേറെ റോ മെറ്റീരിയൽ ഇല്ല. അപ്പൊ പല വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ പിന്നെ ബൈ പ്രൊഡക്ട്സ്, വേസ്റ്റ് ആയിട്ട് പോകുന്ന ബൈ പ്രൊഡക്ട്സുകൾ ആണ് പല പല വ്യവസായ സ്ഥാപനങ്ങളുടെയും പിന്നെ മീഡിയം സൈസ് ആയിട്ട് വ്യവസായ സ്ഥാപനങ്ങളുടെ ഇൻപുട്ടുകൾ. കായംകുളത്ത് NTPC ഉണ്ട്. അവിടെ ആദ്യം ഉപയോഗിച്ചത് അതിന് കോളാണ്. ഈ കോൾ ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ ബാക്കി ഇത് വരും, വേസ്റ്റ് ആയിട്ട് വരും. ഈ വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂടി കിടക്കണേ, ആഷ് പോലെ ചാരമാണത്, അതിങ്ങനെ കുന്നുകൂടി കിടക്കണേ. ഇതാവും വേണ്ട രീതിയിലുള്ള ടെക്നോളജിയിൽ നമുക്ക് ഉപയോഗിക്കാം. ജപ്പാൻകാർ ചോദിച്ചു ഞങ്ങളിത് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. കൊടുക്കുന്നില്ല, അവർക്ക് പേടിയാ. കാരണം ഇവിടുത്തെ സാധനം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് അവര് എന്തെങ്കിലും അത് പ്രോസസ് ചെയ്ത് ബ്രിക്സ് ആക്കിയോ മറ്റേതെങ്കിലും രൂപത്തിലാക്കിയിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ അവര് കയറ്റി അടക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ പല പല ഉൽപ്പന്നങ്ങളുടെയും അതുകൊണ്ടാണ് ഞാൻ ഈ ഏലൂർ മേഖലയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പല വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അവിടെ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പൊട്ടാഷ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പല കമ്പനികൾക്കും ചില കമ്പനികൾക്ക് ആസിഡ് ആണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഇൻപുട്ട്. അത് മറ്റു വ്യവസായ സ്ഥാപനങ്ങളുടെ ഔട്ട്പുട്ടായി. സോ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഈസ് വെരി ഹൈ. മാർക്കറ്റിംഗ്, മാനേജ്മെന്റ്, ട്രാൻസ്പോർട്ടിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കാം. സ്വന്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ വെയർ ഹൗസസ് ഉണ്ടാക്കാം. കുറച്ചാണെങ്കിലും ഒരു വെയർ ഹൗസ് ഉണ്ടാക്കി വെയർ ഹൗസ് പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് വെയർ ഹൗസിന്റെ സൈസ് നമുക്ക് ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഇക്കോണമീസ്. ട്രക്കുകൾ ഉപയോഗിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഈ കൊച്ചി ഏരിയയിൽ കൂടി പോയ സമയത്ത് IPL പോയതാണ്. അപ്പൊ ആ സമയത്ത് അവര് പറയും, ഞാനൊരു ഷിപ്പ്, വലിയൊരു ഷിപ്പ്, അൾട്രാടെക് സിമെന്റ്, അതുകൊണ്ട് സിംഗപ്പൂരിൽ നിന്ന് വരുന്ന ഇതുണ്ട്. അത് ഒരു ചാക്ക ഒരു ലോറി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ചെലവാകും. അത് വാട്ടർ ട്രാൻസ്പോർട്ട് ഈസ് ദെയർ.
almost all the raw materials and the finished products are taken through waterways, which is the cheapest. കാര്യമായിട്ട് ഒരു ചെലവുമില്ല, കുറച്ച് ഡീസൽ കാശ് അതിന് വേണ്ടിയിട്ട് മാത്രം. മനസ്സിലായോ? 10-100 ലോറികൾക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഒറ്റ ഈ കണ്ടെയ്നറിനകത്ത് കൊണ്ടുപോകുന്നത്. ഇത് ത്രൂ വാട്ടർവേസ്. No road congestion, no pollution, so many other advantages. Transportation facilities. ഇനി പെക്യൂണിയറി ഫെസിലിറ്റീസ് ഉണ്ട്. എന്താ പെക്യൂണിയറി? ധനപരമായിട്ടുള്ള ലാഭങ്ങൾ. എന്താണ് ധനപരമായിട്ടുള്ള ലാഭം എന്ന് പറയുന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ ഇൻപുട്സ് പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അവൈലബിലിറ്റി ഓഫ് ഫൈനാൻസ് അറ്റ് ചീപ്പർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദെൻ സേവിങ് ഓൺ അഡ്വർടൈസ്മെന്റ്സ്. ഒരു 5 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും 1000 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും അഡ്വർടൈസ്മെന്റ് ഒരേ ചെലവാണ്. ഇതെല്ലാമാണ് നമ്മൾ പെക്യൂണിയറി അല്ലെങ്കിൽ മണി ടേംസ്. ദോസ് ഇക്കോണമീസ് വിച്ച് അക്രൂ ടു എ ഫേം not due to its own operations but due to the operations of other firms are termed as externally. ഇനി ഒരു കമ്പനി TCC ഉണ്ട്, അതിലൂടെ കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ട്, അതിന്റെ അപ്പുറത്ത് കൊച്ചിൻ പോർട്ട് ഉണ്ട്. മനസ്സിലായോ? അങ്ങോട്ട് പോകുന്ന എല്ലാ കണ്ടെയ്നറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു റൂട്ട്. കൊച്ചിൻ ഷിപ്പ് യാർഡിലേക്ക് നമുക്ക് ഒരു പ്രത്യേക റെയിലുണ്ട് സാധനങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ കൊച്ചിൻ പോർട്ടിലേക്ക് പ്രത്യേക റെയിലുണ്ട്. ഇതെല്ലാം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഗണ്യമായിട്ട് കുറയും. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഗണ്യമായിട്ട് കുറയും. അപ്പോ ചില വ്യവസായ സ്ഥാപനങ്ങൾ, ഉദാഹരണമായിട്ട് റിമോട്ട് ഏരിയയിൽ ഒരു വ്യവസായ സ്ഥാപനം അല്ലെങ്കിൽ, അപ്പൊ അവിടെ കുറെ മറ്റു ചെറിയ ചെറിയ വ്യവസായ സ്ഥാപനങ്ങൾ വരും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അവിടെ നല്ല റോഡ് വരും, സ്കൂളുകൾ വരും, കോളേജസ് വരും, എന്റർടൈൻമെന്റ് വരും. മനസ്സിലായോ? കുറെ ആളുകൾ അവിടെ നിന്ന് താമസിക്കും. അങ്ങനെ വരുമ്പോൾ ആ സ്ഥലം ഗണ്യമായിട്ട് പുരോഗമിക്കും. ഇല്ലെങ്കിലോ ആ ആദ്യം ഏത് വ്യവസായ സ്ഥാപനമാണ് അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചത്, അവർ തന്നെ ഇതെല്ലാം വഹിക്കേണ്ടി വരും, ഈ ചെലവെല്ലാം വഹിക്കേണ്ടി വരും. ഇതൊക്കെ പറയുന്നത് എക്സ്റ്റേണൽ ഇക്കോണമീസ്. അവരുടെ പ്രയത്നം കൊണ്ട് കിട്ടാത്ത ചില നേട്ടങ്ങളെ പറയുന്നത് എക്സ്റ്റേണൽ എക്കോണമീസ് എന്ന് പറയുന്നത്. സ്വന്തം പ്രയത്നം കൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജസ്, ഗുണങ്ങളെ നമ്മൾ പറയുന്നത് ഇന്റേണൽ എക്കോണമീസ് പറയുന്നത്. റിയൽ ഇന്റേണൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ. ഏതൊക്കെയാണ് റിയൽ ഇന്റേണൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഞാൻ പറഞ്ഞു, ദീസ് ഇക്കോണമീസ് അക്രൂ ഇൻ ദ ഫോം ഓഫ് സേവിങ്സ്. ഏതൊക്കെയാണ്? അതായത് ഒന്ന് പ്രൊഡക്ഷൻ ഇക്കോണമീസ് ഞാൻ പറഞ്ഞു, സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഇക്കോണമീസ് അത് ഞാൻ പറഞ്ഞു, മാനേജറിയൽ എക്കോണമീസ് ഞാൻ പറഞ്ഞു, ഇക്കോണമീസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, ഇത് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇനി പ്രൊഡക്ഷൻ ഇക്കോണമീസ്, സെല്ലിംഗ് ഇക്കോണമീസ്, ദെൻ പെക്യൂണിയറി ഇന്റേണൽ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. ഒന്ന് നോക്കിക്കൊള്ളുക, പണപരമായിട്ട് കിട്ടുന്ന നേട്ടങ്ങൾ. ഒരു ലാർജ് സൈസ്ഡ് ഫേം ആണെങ്കിൽ അത് സപ്ലയേഴ്സ് ഓഫ് റോ മെറ്റീരിയൽസിനോട് സ്പെഷ്യൽ ആയിട്ടുള്ള കൺസെഷൻ, ഞങ്ങൾ ഇത്രയും ബൾക്കായിട്ട് മേടിക്കണേ, നിങ്ങൾക്ക് കൺസെഷനിൽ തന്നെ. ഒരെണ്ണം മേടിക്കുന്നത് ചില കടകളിലൊക്കെ എഴുതിയിട്ടുണ്ട്, 2 എണ്ണം മേടിച്ചാൽ 3 എണ്ണം മേടിച്ചാൽ 3 ഉൽപ്പന്നം മേടിച്ചാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ വിലക്കാരാണ്. അത് ഞങ്ങൾ റീറ്റെയിൽ വിലക്കേ തരുള്ളൂ. അപ്പൊ നമ്മൾ ഹോൾസെയിൽ വിലക്ക് മേടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺസെഷൻസും അതുപോലെ തന്നെ ഡിസ്കൗണ്ടുകളൊക്കെ കിട്ടും. Then large companies can have greater goodwill in the capital market. അപ്പൊ ലോവർ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ ബാങ്കിൽ നിന്നും മറ്റു അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അവർക്ക് റെപ്യൂട്ടഡ് ആണ്. ഈ കമ്പനികളൊന്നും പൊളിഞ്ഞു പോവില്ല, റെപ്യൂട്ടഡ് ആണ്. അവർക്ക് ലോവർ റേറ്റിന് കൺസോർഷ്യം. ഇപ്പൊ ഒരു ബാങ്കിന് ഒറ്റയ്ക്ക് ലോൺ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എ കൺസോർഷ്യം ഓഫ് ബാങ്ക് എന്ന് പറയുന്നത്, ഇറ്റ് മേ ബി ദ ലീഡർ, മേ ബി ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ബാങ്ക് ഓഫ് ബറോഡയും യൂണിയൻ ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്കും ICICI ബാങ്ക്, ഇതുപോലെ 5-6 ബാങ്കുകളോട് കൂടിയിട്ട് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അവർ ലോൺ കൊടുക്കും. അത് അപ്പൊ ദാറ്റ് വിൽ ബി ഗിവൺ അറ്റ് ലോവർ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്. കാരണം എന്താണ്? അവരുടെ ഗുഡ്വിൽ ഈസ് വെരി ഹൈ, അവരുടെ റെപ്യൂട്ടേഷൻ ഈസ് വെരി ഹൈ. ദെൻ ട്രാൻസ്പോർട്ട് കമ്പനീസ് ആർ ഓൾസോ വില്ലിംഗ് ടു പ്രൊവൈഡ് ഡിസ്കൗണ്ട്സ് ആൻഡ് കൺസെഷൻസ്. ദ കാർഗോ ഈസ് സബ്സ്റ്റാൻഷ്യലി ലാർജ്. ഒന്നിച്ച് ബൾക്കായിട്ട് കൊണ്ടുപോകുമ്പോൾ അവർ പറയും, ശരി ഞങ്ങൾ ഇത്രയും പൈസ നിങ്ങൾക്ക് കുറച്ച് തന്നേക്കാം. ദെൻ ദ ഫേം ഈസ് റിക്വയർഡ് ടു സ്പെൻഡ് ലാർജ് എമൗണ്ട് ഓൺ അഡ്വർടൈസിങ്. അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് നമുക്കറിയാം. കാരണം ഇന്ന് അഡ്വർടൈസ്മെന്റിന് ഇതിൽ കൊടുക്കാത്ത ഒരു സാധനത്തിനും, നിങ്ങൾക്കറിയാം പണ്ട് ടൈനോറ ടിവിയും വീഡിയോകോൺ ടിവിയും മറ്റതും മറിച്ചതും, അതുപോലെ തന്നെ നിർമ്മട വാഷിംഗ് പൗഡർ നിർമ്മ, അവർ മാത്രമായിട്ട് ക്രിക്കറ്റ് മാച്ച് സ്പോൺസർ ചെയ്തിട്ടുണ്ട് പണ്ട്. വാഷിംഗ് പൗഡർ നിർമ്മ
ഏത് കുട്ടികളുടെ മനസ്സിൽ ആദ്യമായിട്ട് കൊച്ചു കുട്ടികൾ പോലും വഴിയിൽ കൂടി നടന്നു പോകുന്ന വാഷിംഗ് പൗഡർ നിർമ്മാണ പാട്ടാണ്. ഇപ്പൊ ആ ഒരു പ്രൊഡക്റ്റിന്റെ കാരണം എന്താണ്? അഡ്വർടൈസ്മെന്റ് ആണ്. ജനങ്ങളുടെ മനസ്സിലിരിക്കുന്ന അഡ്വർടൈസ്മെന്റ് ആണ്. യു ഗോ ടു ദ മാർക്കറ്റ്, എന്തിന്റെ ലക്ഷ്യം വെച്ചിട്ട് അഡ്വർടൈസ്മെന്റ് കണ്ടോണ്ടാണ്. ഇന്ന സാധനം അവിടെ കിട്ടും, ഇന്ന സാധനം ഇവിടെ കിട്ടും. ഓക്കെ, ഇതിനകത്ത് ഇത് വരും. ദെൻ ഇന്റേണൽ ഡിസെക്കോണമീസ്. എന്താണ് ഇന്റേണൽ ഡിസെക്കോണമീസ്? ഒരു വ്യവസായ സ്ഥാപനം കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആയിട്ടുള്ള നമുക്ക് പിന്നെ ഇന്റേണൽ ആയിട്ടുള്ള ഡിസെക്കോണമീസ് വരും. ഇതാണ് ലിമിറ്റേഷൻസ് ഓഫ് ദി ഒന്ന് റോ മെറ്റീരിയൽസ്. നമ്മൾ ഒരു ഭാഗത്ത് ഇന്റേണൽ ഡിസെക്കോണമീസ്, റോ മെറ്റീരിയൽസ് നമ്മൾ ഒരു സ്ഥലം മാത്രമേ നമ്മൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ലോക്കലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ദൂരെ നിന്ന് നമ്മൾ പിന്നെ റോ മെറ്റീരിയൽസ് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ ചെലവ് ഗണ്യമായിട്ട് വർദ്ധിക്കും. ഓക്കെ, പ്രോബ്ലംസ് ഇൻ ദ മാനേജ്മെന്റ് ആൻഡ് ടെക്നിക്കൽ ഫാക്ടേഴ്സ്. പ്രോബ്ലംസ് ഇൻ ദ മാനേജ്മെന്റ്, ഞാൻ പറഞ്ഞില്ലേ, മാനേജ്മെന്റ് ബിക്കംസ് വെരി വെരി ഡിഫിക്കൽട്ട് വെൻ പ്രൊഡക്ഷൻ എക്സ്പാൻഡ്സ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് എക്സ്പാൻഡ്സ്, മാനേജ്മെന്റ് ബിക്കംസ് വെരി വെരി ഡിഫിക്കൽട്ട്. അപ്പൊ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ദർ വിൽ ബി എ ലോട്ട് ഓഫ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. പ്രോംപ്റ്റ് ഡിസിഷൻ എടുക്കണം. ടെക്നിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി എക്സ്റ്റേണൽ എക്കോണമീസ്, ഞാൻ പറഞ്ഞ എക്സ്റ്റേണൽ എക്കോണമീസിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എന്താണ് എക്സ്റ്റേണൽ എക്കോണമീസ്? ഒരു വ്യവസായ സ്ഥാപനം അവിടെ വരുമ്പോൾ മറ്റ് പല വ്യവസായ സ്ഥാപനങ്ങളും വരും. അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ, ചീപ്പ് പവർ, ചീപ്പ് റോ മെറ്റീരിയൽസ്, ഇതെല്ലാം മറ്റു വ്യവസായ സ്ഥാപനത്തിനും കിട്ടും. പിന്നെ എക്സ്റ്റേണൽ ഡിസെക്കോണമീസ് ഉണ്ട്. അതെന്താ എക്സ്റ്റേണൽ ഡിസെക്കോണമീസ്? പ്രധാനമായിട്ടും പൊല്യൂഷൻ, ഹൗസിംഗ് പ്രോബ്ലം, മാനേജ്മെന്റ് പ്രോബ്ലം, മനസ്സിലായോ, ഇൽ ഹെൽത്ത്, പിന്നെ എന്താണ് റോഡ് കൺജഷൻ. ഇതെല്ലാം നമ്മൾ പറയുന്നത് എന്താണ്? ഇതെല്ലാം എക്സ്റ്റേണൽ ഡിസെക്കോണമീസ് ആണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇത്രയേ ഉള്ളൂ. അടുത്തത് ഇച്ചിരി കൂടെ വലിയ ചാപ്റ്ററാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇച്ചിരി കൂടെ നേരത്തെ പോകും, സ്പീഡിൽ പോകും, അല്ലെങ്കിൽ തീരൂല കേട്ടോ. ഇത് ചെറിയൊരു ചാപ്റ്ററാണ്, എക്സ്റ്റേണൽ എക്കോണമീസ്. ഇതെല്ലാം നമ്മൾ ഓക്കെ.